ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായി നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി 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 നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തതായി വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ചെയ്യുമോ അതെനിക്കറിയാം. എന്നാലും വെറുതെ എൻ്റെ വായിൽ നിന്ന് അങ്ങനെ പഠിച്ചു പോയി അതുകൊണ്ടൊന്ന് വരുന്നതാണ്, ക്ഷമിക്കണേ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ലൈക്ക് ചെയ്യുന്നുണ്ട് പലരും. ലൈക്ക് ചെയ്യാതെ പോകുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകുമായിരിക്കും, അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് 4 ഓഫ് സോഡ്സ് ആണ്. എന്ത് സന്തോഷമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ദ ലവേഴ്സ്, വളരെ സന്തോഷം, കണ്ടില്ലേ. Seven of Pentacles, Queen of Pentacles, Seven of Swords, Knight of Pentacles, the Magician, the Hermit, Two of Wands, Queen of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കണ്ടില്ലേ, സാമ്പത്തികത്തിൻ്റെ സമൃദ്ധി ഇവിടെ വരുന്നുണ്ട്. The Hanged Man, 8 of Swords, Knight of Wands, the World, the Ace of Pentacles, 9 of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടി എടുക്കാവേ. എന്ത് സന്തോഷമാണ് അടുത്തതായി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. മെമ്മറീസ് ഓഫ് ലവ്, സാക്രൽ ചക്ര, തേർഡ് ഐ ചക്ര, അവെയർനെസ്, സ്പിരിച്വൽ സ്ട്രെങ്ത്,
ലവ് ബിഗിൻസ്. ബോട്ട് ഓഫ് ദി ഡെക്ക് സഫറിങ് ഇൻ സൈലൻസ് ആണ്. ഇവിടെ പലരും സൈലൻസിനോട് സഫർ ചെയ്യുന്ന ഒരവസ്ഥ, അതായത് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഒറ്റയ്ക്കിരുന്നിട്ട് അതൊരു ലൈഫ് വല്ലാത്തൊരു ലൈഫാണല്ലോ എന്ന് കരുതി വിഷമിക്കുന്ന ഒരവസ്ഥ. ഒറ്റയ്ക്കിരുന്നിട്ട് വിഷമിക്കുകയാണ്, എനിക്കാരുമില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോയി എൻ്റെ ജീവിതത്തിൽ, കണ്ടില്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്തയിലാണ് പലരും എന്ന് കാണുന്നു. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഒറ്റപ്പെടുന്നത്. അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. മനസ്സിലായില്ലേ? ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ വെളിച്ചം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഈ സൈലൻസൊക്കെ മാറാൻ പോകുന്നു, സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. സഫർ ചെയ്തത് മതിയാക്കൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ്. കണ്ടോ, ഈ കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിൽ പലരും നേരേവോ സ്ട്രൈറ്റ് ഫോർവേഡാണ്. ആൾക്കാർ പലരും സ്ട്രൈറ്റ് ഫോർവേഡാണ്, നേരേവാന്ന്. പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ മറ്റാരും അനുഭവിക്കുന്നില്ല എന്ന്, അല്ലേ? അത് എന്തുകൊണ്ടാണത്? നിങ്ങൾ നിഷ്കളങ്കരാണ്. മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ, ഉദാരമായി സംഭാവന ചെയ്യാനും ഉദാരമായി സഹായിക്കാനുമൊക്കെ നല്ല മനസ്സുള്ള ചില വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നു. അതുപോലെയുള്ള ഒരു പദവിയും നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങളിതെല്ലാം ചെയ്യുന്ന വ്യക്തികളാണ് എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട്. നിങ്ങളിലേക്ക് സാമ്പത്തികം വരുമ്പോൾ പിണങ്ങിപ്പോയവരൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. സാമ്പത്തികം ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് പലരും അകന്നു പോകുന്നത്, അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഇതൊരു പരമാർത്ഥമാണ്. സാമ്പത്തികം നമ്മളുടെ കയ്യിലില്ല എന്ന് കാണുമ്പോൾ പലരും നമ്മളെ വിട്ടുപോകും. പക്ഷേ കുറച്ച് സാമ്പത്തികം എവിടെ നിന്നെങ്കിലും വരുമ്പോഴോ, നല്ലൊരു ജോലി കിട്ടി, വലിയൊരു വീട് വെച്ചു, വാഹനം വാങ്ങിച്ചു, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ പലരും നമ്മുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് അടുത്തുകൂടും, അല്ലേ? പലരും നിങ്ങളെ അറിയാൻ തുടങ്ങും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അധികാര പദവി, നിങ്ങളെ കാണുമ്പോഴൊന്ന് നമസ്കരിക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും മനുഷ്യർ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? സാമ്പത്തികം വന്നു ചേരുമ്പോഴാണ്. ഇതുപോലെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നുണ്ട്. പെൻറ്റക്കിൾ എനർജി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ സാമ്പത്തികമായ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി, സാമ്പത്തികപരമായിട്ട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് 4 ഓഫ് സോഡ്സ് ആണ്. സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഞാൻ ഈ എയർ സൈനാണ്, എർത്ത് സൈനാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതായത് പഞ്ചഭൂതങ്ങളെയാണ് നമ്മളീ പറയുന്നത്. പഞ്ചഭൂതങ്ങളും നവഗ്രഹങ്ങളും എല്ലാം കൂടി ഉൾപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ റീഡിംഗ് എന്ന് പറയുന്നത്. ടാരോട്ട് കാർഡ്സിലെ രഹസ്യങ്ങളാണിത്. പഞ്ചഭൂതങ്ങളും നവഗ്രഹങ്ങളും സോഡിയാക് സൈന് ഒക്കെ ചേർന്നിട്ടുള്ളതാണിത്. ഇത് വെറുതെ ഒന്നുമല്ല കേട്ടോ. അതുകൊണ്ട് എനർജി റീഡിംഗ് ആണിത്. നിങ്ങളുടെ എനർജി എടുത്തിട്ട് എൻ്റെ എനർജിയുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് ഞാനിത് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ പഞ്ചഭൂതങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എയർ സൈനാണ് എന്ന് പറയുന്നത്. എയർ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആകാശ തത്വം. ഓരോ തത്വങ്ങളാണ്. ആകാശതത്വം, വായു തത്വം, ജലതത്വം, അങ്ങനെ ഭൂമി തത്വം, ഇതൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ സാമ്പത്തികം, പെൻറ്റക്കിൾ, എർത്തിനോട് ബന്ധപ്പെട്ടത് സാമ്പത്തികം, ഇതൊക്കെയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള സോഡിയാക് സൈനുകളും കൂടെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഞാൻ ഒരുപാട് കാലം കൊണ്ട് ഇത് പറയുന്നതാണ്. അപ്പോൾ സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. എയർ സൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? പിന്നെ ഇത് ഒരുപാട് ചിന്തകളാണ് നിങ്ങളുടെ തോട്ട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആകാശതത്വം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങളുടെ ചിന്തകളാണ്. ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നത്. എങ്ങനെയുള്ള ചിന്തകളാണ്? ഓവറായിട്ട് ചിന്തിക്കുവാണ് ഇവിടെ. ആവശ്യമുള്ളതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ, അനാവശ്യമായ ചിന്തകൾ ചിന്തിച്ച് കൂട്ടുകയാണ്. ചിന്തിച്ച് കൂട്ടാതെ ഒരു രക്ഷയുമില്ല, അല്ലേ? അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടൂ. അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളുടെ ആ എനർജി തന്നെ ട്രെയിൻ ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ചിന്തിച്ച് സമയം കളയാതെ നിങ്ങൾ എന്തിനെങ്കിലും പ്രവൃത്തിയിലേക്ക് നിങ്ങളുടെ സമയം ചെലവഴിക്കൂ. എന്തൊക്കെ പ്രവൃത്തികളുണ്ട്? നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാവുന്നതാണ്? പല ജോലികളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്.
ചിലപ്പോൾ നിങ്ങൾക്ക് അനാരോഗ്യകരമായ ഒരവസ്ഥ, എന്തെങ്കിലും അസുഖകരമായ അവസ്ഥകളുണ്ടാവാം, അവിടെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കഠിനമായ ജോലി ചെയ്തിട്ട്, റെസ്റ്റ് ഇല്ലാത്ത ജോലി ചെയ്തിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നിങ്ങളുടെ ജോലിയിലേക്ക് പോകുന്ന എനർജി ഇവിടെ കാണാം. അതുപോലെ രണ്ടാമതായി വന്നിരിക്കുന്നത് ലവേഴ്സാണ്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ മേജർ അർക്കാന കാർഡാണ് ലവേഴ്സ്. മേജർ അർക്കാന എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവം, നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും അപ്രധാനമായ സംഭവങ്ങളും ഒക്കെയാണല്ലോ ഇവിടെ കൂട്ടിക്കലർത്തിയിരിക്കുന്നത്. ഇതൊക്കെയല്ലേ പ്രപഞ്ചത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങൾ എന്താണ്? പ്രധാനപ്പെട്ട സംഭവം, അപ്രധാനമായത്, അല്ലേ? ഇത് രണ്ടും കൂടെ കലർന്നിട്ടാണല്ലോ ഒരു ലൈഫ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ വിവാഹം, അല്ല വീട് വയ്ക്കുക, ഇപ്പം ജോലി കിട്ടുക, വാഹനം വാങ്ങിക്കുക, ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതിന് ഇടയിൽ വരുന്ന അടിപിടി കലശലുകൾ ഒക്കെയാണ് അപ്രധാനപ്പെട്ട സംഭവങ്ങൾ, അപ്രധാനമായത്. അപ്പോൾ ഇവിടെ ലവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. മേജർ അർക്കാന കാർഡ്, അതായത് 6 എന്നുള്ള നമ്പർ വരുന്നത് ശുക്രഗ്രഹത്തിൻ്റെ, നവഗ്രഹങ്ങളിൽ ശുക്രഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസാണ് ഇവിടെ കാണുന്നത്. അതായത് വളരെ സൗഭാഗ്യത്തെ കൊണ്ട് തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രഗ്രഹം എന്ന് പറയുമ്പോൾ. ഈ ശുക്രഗ്രഹം നിങ്ങൾക്ക് സൗഭാഗ്യത്തെ കൊണ്ട് തരുമ്പോൾ തന്നെയും നിങ്ങൾ അതിനെ നല്ലതുപോലെ വിനിയോഗിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാരണം എന്താണെന്നറിയാമോ? സൗഭാഗ്യങ്ങൾ ഏറുമ്പോൾ നിങ്ങൾക്ക് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. സൗഭാഗ്യം ഏറുമ്പോൾ ചിലപ്പോൾ ചില ഈഗോ ക്ലാസ് ഉണ്ടാവാം, ഈഗോ പ്രശ്നങ്ങളുണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വരാം. അല്ല എങ്കിൽ ചിലപ്പോൾ കുറച്ച് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അടിപതറേണ്ട ഒരവസ്ഥ വരും. അവിടെ നിങ്ങൾക്കൊരു പരീക്ഷണം വരികയാണ് ചെയ്യുന്നത്. സൗഭാഗ്യത്തിലേക്ക് ഒരുപാട് പൊങ്ങിയിരുന്നിട്ടാവും നിങ്ങൾ നേരെ താഴേക്ക് വരുന്നത് എന്ന് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് റാഫേൽ മാലാഖയുടെ അനുഗ്രഹം, ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് പ്രോസ്പെറിറ്റി വരുന്നുണ്ട് നിങ്ങൾക്കിവിടെ, ഒരുപാട് ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആർക്കേഞ്ചൽ റാഫേൽ എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങളെ സുഖപ്പെടുത്തുന്ന ഏഞ്ചലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കഴിയുന്നു. ചിലപ്പോൾ നല്ല ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതുവഴി നിങ്ങളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. പുതിയ വിവാഹം നടക്കാനും അല്ല എങ്കിൽ പിരിഞ്ഞു പോയവർ കൂടിച്ചേരാനുമുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിരിഞ്ഞു പോയ പാർട്ട്ണർ മുജ്ജന്മത്തിലെ തന്നെ അല്ല എങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് വളരെയധികം സന്തോഷത്തോടുകൂടി വീണ്ടും നിങ്ങൾ നല്ലൊരു ലൈഫിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. കാരണം ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഒക്കെ ധാരാളമായിട്ട് വന്നിട്ട് അപ്പോൾ അവിടെ അത് വളരെയധികം സൂക്ഷിക്കണം. അമിതമായി സന്തോഷമുണ്ടാവുക, അമിതമായി ദുഃഖം ഉണ്ടാകുമ്പോൾ ഒക്കെയാണ് വളരെയധികം സൂക്ഷിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, സാമ്പത്തികപരമായ കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഭൂമി തത്വമാണ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ എർത്ത് സൈൻ എന്ന്. അപ്പോൾ ഇത് നിങ്ങൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അത് ചിലപ്പോൾ വാഹനം വാങ്ങിക്കണം, വീട് വാങ്ങിക്കണം എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാകാം. ചിലപ്പോൾ നഷ്ടപ്പെട്ട പൈസ നിങ്ങൾക്ക് കാത്തിരിപ്പിലും ആകാം. ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് അത് വരുന്നോ എന്നുള്ള ഒരു കാത്തിരിപ്പിലും ഇവിടെ സമയം കളയുന്നതായിട്ട് കാണുന്നുണ്ട്. അക്ഷമനായിട്ട് കാത്തിരിക്കാൻ, നല്ല ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എനർജിയുമുണ്ട്. അല്ല എങ്കിൽ ഇതിനെ വിനിയോഗിക്കുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ചിട്ടും ടൈം പാസ് ചെയ്യുന്ന ഒരു എനർജിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലരോടൊക്കെ ഞാൻ പറയാറുണ്ട്, വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ജോലി ചെയ്ത് പൈസ നേടുക. ഒരുപാട് പേർക്ക് വീട്ടിലിരുന്നാൽ പോലും സാമ്പത്തികം കയ്യിൽ വരുന്ന എനർജി നിങ്ങളിലേക്ക് ഇപ്പോൾ നല്ല പോലെ മണി എനർജി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലർക്കും ജോലി ലഭിച്ചിട്ട് ശമ്പളം കിട്ടുന്ന എനർജിയുണ്ട്. പലർക്കും പല വഴികളിൽ നിന്നും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയുണ്ട്. അഥവാ അല്ല എങ്കിൽ ഒരു ജോലി കിട്ടിയിട്ട് ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല, അതിനുള്ള സാധ്യത ഇപ്പോൾ വരുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട് 9 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. എന്തായാലും നിങ്ങളൊരു ലോട്ടറി ഒക്കെ എടുക്കുന്നത് നന്നായിരിക്കും. ലോട്ടറി എടുത്തിട്ട് കിട്ടിയില്ല എങ്കിൽ എന്നെ ഒന്നും പറയല്ലേ, എടുക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ഇതുപോലെ നല്ല എനർജി വന്നിട്ടാണ് പറയുന്നത് കേട്ടോ. പലർക്കും സാമ്പത്തികം വന്നു ചേരാനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചീറ്റിംഗ് എനർജിയും വന്നിട്ടുണ്ട്. ഇവിടെ 7 ഓഫ്
സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോഡ്, എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ്, എനർജി. അപ്പോൾ ഇവിടെ എല്ലാവരേക്കാളും മുൻപേ എനിക്ക് പോകണം, എനിക്ക് ജയിക്കണം എന്നൊക്കെയുള്ള ചിന്തകളാണ്. അതെല്ലാവർക്കും ഉള്ളതാണല്ലോ. എനിക്ക് ജയിക്കണം, എങ്ങനെയായാലും മറ്റുള്ളവർ വിഷമിച്ചാലും വേണ്ടില്ല, എനിക്ക് ജയം വേണം, അങ്ങനെയുള്ള ചിന്തകളോടുകൂടി പോകുന്ന എനർജിയാണ്. നിങ്ങൾക്ക് പലരെയും കബളിപ്പിച്ചെങ്കിലും ജയിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത. അങ്ങനെ വരുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ സാമ്പത്തികം വരുന്ന എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ വിദേശത്ത് പോകാനും വളരെയധികം ഇവിടെ പ്രോസ്പെറിറ്റി, ഐശ്വര്യം ഒക്കെ വരുന്ന ഒരു എനർജിയാണിത്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു മഞ്ഞ കളർ എന്ന് പറയുന്നത് തന്നെ, ഇവിടെയും മഞ്ഞ കളർ, ഇവിടെയും മഞ്ഞ, കണ്ടില്ലേ, ഈ കാർഡിൻ്റെ വളരെയധികം ഡാർക്കായിട്ടുള്ള മഞ്ഞ നിറം തന്നെ സൂചിപ്പിക്കുന്ന എന്താണ്? സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ്. അതായത് ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. ചക്രയുടെ, മണിപൂരക ചക്രയുടെ, അതായത് 7 ചക്രാസിൽ മൂന്നാമതായി വരുന്ന ചക്രയാണ് മണിപൂരക ചക്ര. മണിപൂരക ചക്ര എന്ന് പറയുമ്പോൾ അതിന് നല്ല മഞ്ഞ കളറാണ്. ആ ഒരു ഐശ്വര്യമാണ് അത് കൊണ്ടുവരുന്നത്. കണ്ടില്ലേ, നമ്മൾ വിഷുവിനൊക്കെ കണിക്കൊന്ന പൂ എന്താണ്, അതിന് മഞ്ഞ കളർ കണ്ടില്ലേ, ഇതാണ് ഒരു ഐശ്വര്യം സൂചിപ്പിക്കുന്നത്, സമൃദ്ധി വരുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിലാണ് ആ ഒരു സത്യം അതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ മഞ്ഞ കളർ ഉദ്ദേശിക്കുന്ന സോളാർ പ്ലക്സസ് ചക്രയുടെ ഐശ്വര്യത്തെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നതാണ് അത് എന്ന് കാണുന്നുണ്ട്. അതല്ല എങ്കിൽ ഇവിടെ വിദേശത്ത് പോയി ജോലി നേടാനും, അത് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഐശ്വര്യം വരികയാണ്. വിദേശത്ത് പോയി ജോലി നേടാനും അതിലൂടെ മണി ഏൺ ചെയ്യാനും ഉള്ള ഒരു എനർജിയാണ് പലർക്കും ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. വിദേശത്ത് പോയില്ല എങ്കിൽ മറ്റേതെങ്കിലും നാട്ടിലേക്ക് പോകാനും ഉള്ള സാധ്യത, മറ്റേതെങ്കിലും നാട്ടിൽ ജോലി ആവാം, ചിലപ്പോൾ ഡൽഹി, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ആവാം. അപ്പോൾ അങ്ങനെ എവിടെ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് നിങ്ങൾ പോകുന്നതും, ജോലിക്കായിട്ട് പോകുന്നത്, അവിടെ നിന്ന് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്, സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജി ഒക്കെയും ഉണ്ട്. അതല്ല എങ്കിൽ അവിടെ നിന്ന് വിദേശത്തു നിന്നായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജി ഇവിടെ നല്ലതായിട്ട് കാണുന്നുണ്ട്. അടുത്തതായി മജിഷ്യനാണ്. മജിഷ്യൻ മേജർ അർക്കാന കാർഡാണ്. അത് മജിഷ്യൻ എന്ന് പറയുമ്പോൾ നമ്പർ 1 ആണ്. ജീവിതത്തിലെ ഒരു തുടക്കമാണ് മജിഷ്യൻ കൊണ്ട് തരുന്നത്. അധ്വാനിച്ച് സമ്പാദിക്കൂ എന്നാണ് മജിഷ്യൻ പറയുന്നത്. മജിഷ്യൻ തന്നെ സ്വന്തം ജീവിതത്തിൽ മജിഷ്യൻ എന്നുള്ള പേരെടുത്തത് തന്നെ എങ്ങനെയാണ്? അധ്വാനം കൊണ്ടാണ്. നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മജിഷ്യൻ്റെ വിജയം ഇവിടെ ആഘോഷിക്കുന്നത്. മജിഷ്യൻ എല്ലാം നേടുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നന്നായിട്ട് അധ്വാനിച്ച് എല്ലാം നേടൂ, എന്നിട്ട് നല്ല രീതിയിൽ സന്തോഷിക്കൂ, എന്നിട്ടൊരു ലൈഫിൻ്റെ തുടക്കം കൊണ്ടുവരൂ. അതാണ് പറയുന്നത്. സോൾമേറ്റ് കണക്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ടോ, അങ്ങനെ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഈ ഒരു സമയത്ത് എന്താണ് ഇവിടെ ഐശ്വര്യം വരുന്നുണ്ട്, അധ്വാനിച്ച് സാമ്പത്തികം നേടുന്നുണ്ട്, അപ്പോഴേക്കും നിങ്ങളിലേക്ക് ആൾക്കാർ വരും. അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോയ പാർട്ട്ണർ ഇവിടെയും വരുന്നതായിട്ടും പുതിയൊരു ലൈഫ് തുടങ്ങുന്നതായിട്ടും ഒരു സ്റ്റാർട്ടിങ് ഇവിടെ വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. അതെങ്ങനെയുള്ള സ്റ്റാർട്ടിംഗ് ആണ്? സമൃദ്ധിയോടുകൂടിയ സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ കണ്ടില്ലേ, പുഷ്പങ്ങളെല്ലാം വിടർന്ന് ഉല്ലസിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അതാണ് പറയുന്നത്. അതെപ്പോഴാണ് വളരെയധികം സന്തോഷം നമുക്ക് തോന്നുമ്പോഴാണ് നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർട്ടിങ് വരികയാണ്. ഇവിടെ ധാരാളം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടെയാണിത്. നല്ല ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തും നിങ്ങളെക്കൊണ്ട് സാധിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നിഷ്കളങ്കമായ സ്വഭാവമാണ് നിങ്ങളുടേത്. ഒരുപാട് നിങ്ങൾ അധ്വാനിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ ഇത് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല. മറ്റുള്ളവരുടെ ധനം ഒന്നും ആഗ്രഹിക്കുന്നില്ല, അത്യാഗ്രഹം ഒന്നുമില്ല, നിഷ്കളങ്കതയാണ് നിങ്ങളുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അധ്വാനിച്ചാലും പൈസ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ പ്രശസ്തി നേടാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങളിലുള്ള കഴിവുകളെ നിങ്ങൾ ഉണർത്തിയിട്ട് നിങ്ങൾ അധ്വാനിക്കൂ, നിങ്ങൾക്കതിൻ്റെ പ്രയോജനം ലഭിക്കും, നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം ഇവിടെ കാണുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്കൊരു ലൈഫിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം, പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ വരുന്നു. 1 എന്നാണ് നമ്പർ, അവിടെ തുടക്കമാണ് കാണിക്കുന്നത്. അപ്പോൾ അത്ര നല്ല ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. 9 എന്നുള്ള ഇതാണ് വന്നിരിക്കുന്നത്. ഇവിടെ 1 എന്നുള്ള നമ്പർ എന്താണ്? നവഗ്രഹങ്ങളിൽ സൂര്യൻ്റെ എനർജിയാണ്, സൂര്യൻ്റെ ഇൻഫ്ലുവൻസാണ്, സണ്ണിൻ്റെ ഇൻഫ്ലുവൻസാണ്. ഇവിടെ 9 എന്ന് പറയുമ്പോൾ എന്താണ്? 9 ഇവിടെ ചൊവ്വ, മാർസ് എന്ന ഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസാണ് കാണിക്കുന്നത്. ഹെർമിറ്റ്, അതായത് ഇവിടെയും മേജർ അർക്കാന കാർഡാണ്. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ടുള്ളവർ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അതല്ല എങ്കിൽ ഇവിടെ നിങ്ങൾ പലരും ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകാനും ഡിവൈൻ കണക്ഷൻ ആവാനും അല്ലെങ്കിൽ ദൈവികപരമായ കാര്യങ്ങളിൽ ഇടപെടാനും കൂടുതലായിട്ട് സ്പിരിച്വൽ കണക്റ്റ് ആവാനും വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലേക്ക്
സ്പിരിച്വലി കണക്റ്റിങ് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ഉൾവിളികളെ അനുസരിച്ച് ജീവിക്കുക, മുന്നോട്ട് പോകുക, ഒരു സന്യാസ മൂഡിലേക്ക് പോവുകയാണ്. ഭൗതികപരമായ ഒരുപാട് കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട്, സന്തോഷങ്ങളെ ഉപേക്ഷിച്ചിട്ട്, അതാണ് നല്ല കണക്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ, ലവേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ പാർട്ട്ണർ അങ്ങനെ കണക്റ്റായിട്ട് ഇരുന്ന സമയത്താണ് പ്രത്യേകം ചില ബുദ്ധി ഒക്കെ തോന്നിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇനി ഇവളോട് മിണ്ടണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് ഒഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ കാണാം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അവർ തിരികെ വരിക തന്നെ ചെയ്യും. കുറച്ച് ദിവസത്തേക്ക് അവർ ഇന്ന് റെസ്റ്റ് എടുക്കുക, ഒന്ന് സൈലൻറ്റ് മൂഡിലോട്ട് മാറുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിലപ്പോൾ ചിലരൊക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഇവർ തിരികെ വരും, ഒരു തൽക്കാലത്തേക്ക് ഒരു സന്യാസ മൂഡിലേക്ക് മാറുന്നു എന്ന് മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ചിലപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയാവാം, അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിരിക്കുന്ന ഒരവസ്ഥയും ആവാം. ഇവിടെ അടുത്തതായി വന്നിരിക്കുന്നത് 2 of Wands ആണ് വന്നിരിക്കുന്നത്. വാൻസ് ഫയർ സൈനാണ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് എനർജി. വാൻസ് എന്ന് പറയുമ്പോൾ വാൻസ് എന്താണ്? പെട്ടെന്നൊരു ഉണങ്ങിയ ഒരു കമ്പിലേക്ക് തീ കൊളുത്തി കഴിഞ്ഞാൽ പെട്ടെന്നല്ലേ അത് ആളിക്കത്തുന്നത്, ആവേശം, അതിനെ ഒരു ആവേശത്തോടാണ് ഉപമിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് വാൻസ് എന്ന് പറയുന്നത്, മീൻസ് ഫയർ സൈൻ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 2 അതായത് കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് പോകാൻ വേണമെങ്കിൽ, പക്ഷേ ഇവിടെ അകന്നിരിക്കുകയാണ് രണ്ടുപേരും തമ്മിൽ, എന്തോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്തോ കാത്തിരിക്കുകയാണ്. നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്ത് പോയിരുന്ന, നല്ല രീതിയിൽ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അവിടെ പെട്ടെന്നാണ് ഒരു വിള്ളൽ വീണത്. അങ്ങനെയുള്ളവരെ നോക്കിയിരിക്കുന്ന എനർജിയാണ്. അതല്ല എങ്കിൽ വേറെ എന്തിനു വേണ്ടിയും നിങ്ങൾക്കിവിടെ ഒരു കാത്തിരിപ്പുണ്ട്. കാത്തിരിപ്പെന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ചിലപ്പോൾ അത്രമാത്രം ആവേശത്തോടു കൂടിയുള്ള ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കാം. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, എന്നിട്ട് മറ്റൊരു ജോലി നോക്കിയിരിക്കുന്ന എനർജി ആവാം. അത് വരാതെ എൻ്റെ ലൈഫ് ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല, എൻ്റെ ലൈഫിലൊരു സന്തോഷം ഇല്ല എന്ന് കാത്തിരിക്കുന്നവരുടെ എനർജി. അല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള ഒരു എനർജിയും ആവാം. എന്തിനോ വേണ്ടി വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ നോ കോണ്ടാക്റ്റുള്ള അവസ്ഥയിലാണെങ്കിലോ നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരവസ്ഥ, നീയാണ് എൻ്റെ ലോകം, നീയാണ് എൻ്റെ വേൾഡ്, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന, നിങ്ങളെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലതരത്തിലും കാത്തിരിപ്പാകാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഹൃദയപരമായ ഇമോഷൻസ്, അതെങ്ങനെയാണ് ഹൃദയപരമായ ഇമോഷൻസ് നിങ്ങൾക്ക് കൂടുതലായി വരുന്നത്? ഏത് വിഷയത്തിലാണ്? റൊമാൻസ് അല്ലേ, ലവ്. തീർച്ചയായിട്ടും അവിടെയാണ് നിങ്ങൾക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കാത്തിരിപ്പ് ധാരാളമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അവരില്ലാതെ പറ്റില്ല എന്നിവിടെ പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങളിലേക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ലൈഫിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുക. ആ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾക്ക് നല്ലൊരു പദവിയിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തത് ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോഴെന്താണ്? ചില കാര്യങ്ങളിലൊന്നും തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. നല്ല ബുദ്ധിയുണ്ട്, വ്യാഴത്തിൻ്റെ അനുഗ്രഹമുണ്ട്. നവഗ്രഹങ്ങളിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹമുള്ളതാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അനുഗ്രഹമുണ്ട്, സൗന്ദര്യമുണ്ട്, ധനമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഒന്ന് വിഷമിക്കുന്നു, അതാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും മുൻപോട്ട് അത് തന്നെയാണ് ഇവിടെ 8 ഓഫ് സോഡും പറയുന്നത്. 8 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ സോഡ് വാട്ടർ സൈൻ, സോഡ് എയർ സൈൻ. അപ്പോൾ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടിക്കഴിയുന്ന ഒരു അവസ്ഥയിലാണ്. എന്ത് വേണം, എങ്ങനെ വേണം, മുന്നോട്ട് കടക്കാൻ ഒരു അവസ്ഥയുമില്ല. അതുതന്നെയാണ് ഇവിടെ 2 കാർഡ്സും വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാൻ്റെ എനർജിയും അതുതന്നെയാണ്, 8 ഓഫ് സോഡും പറയുന്നത് അങ്ങനെ തന്നെയാണ്. മുന്നോട്ട് വരാനുള്ള ഒരു സ്ട്രെങ്ത് ലഭിക്കുന്നില്ല. മാനസികമായിട്ട് ഒരു സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. മാനസികമായ സ്ട്രെങ്ത് എപ്പോഴാണ് കുറയുന്നത്? അത് ചില കാര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോവുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ അകപ്പെടുത്തുക. മനസ്സിലായില്ലേ? ചതിയിൽപ്പെടുത്താം. ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആർക്കെങ്കിലും വെറുതെ ഒന്ന് ഫോൺ ചെയ്തു, അല്ലെങ്കിൽ വെറുതെ ഒരു മെസ്സേജ് അയച്ചു, പിന്നീട് പെട്ടെന്നാവാം ഇതിൻ്റെ ഈ ഒരു അവസ്ഥ മാറുന്നത് അല്ലേ? അത് പിന്നീട് വലിയ ഒരു ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് പോകുന്ന എനർജി ഇവിടെ ഉണ്ട്.
അവിടെ നിന്ന് പിന്നീട് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ, പിന്നീട് അവർ പറയുന്നതെല്ലാം നിങ്ങൾക്ക് അനുസരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഇവിടെ വരാം. ഒരു ചീറ്റിങ്ങിൻ്റെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഈ അവസ്ഥകളെല്ലാം കഴിയും, പെട്ടെന്നാണ്. ഇത് മൈനർ അർക്കാനയല്ല എയ്റ്റ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് നിങ്ങളിൽ നിന്നും വിട്ടുമാറുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ വിട്ടുമാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാനുള്ള ഒരു തോന്നലുണ്ടാകുന്നത്. അതെ, ശരിയാണ്, കോൺടാക്റ്റിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവരോട് എന്തെങ്കിലും പോയി പറയാം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കാണണം. പിന്നീട് പെട്ടെന്നൊരു ആവേശം വരികയാണ്, മനസ്സിലായില്ല? ആ ഒരു ആവേശത്തിൽ എടുത്ത് ചാടിയിട്ട് എനിക്ക് അവരെ കാണണം, അകന്നിരിക്കുകയാണ്, വഴക്കിട്ട് പിരിഞ്ഞിരിക്കുകയാണ്, പക്ഷെ പെട്ടെന്നൊന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരിടത്തേക്കെങ്കിലും പോകാനുള്ള നോക്കിയിരിപ്പാണെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരിക, ഒരു കാൾ വരിക, ഇതിനൊക്കെ നിങ്ങളിലേക്ക് സംഭവിക്കാവുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലത്തെ വേൾഡാണ് വന്നിരിക്കുന്നത്. വേൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ പല കാര്യങ്ങളും ഇവിടെ എൻഡ് ആവുന്നുണ്ട്. വിദേശത്ത് പോയി ജോലി നോക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ, അത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ നിങ്ങൾ പോകുന്നു, എല്ലാം ഇവിടെ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ എൻഡായിട്ട് പിന്നെ വീണ്ടും ഇവിടെ തുടങ്ങുകയാണ് സാമ്പത്തികത്തിൻ്റെ എനർജി. കണ്ടില്ലേ? ഇവിടെ എൻഡാവുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ലൈഫ് തന്നെ ഇവിടെ കംപ്ലീറ്റ് ആവുന്നു, എല്ലാം പരിപൂർണതയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അതായത് ജോലി വേണമെന്ന് ആഗ്രഹിച്ചു, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചു, അവിടെ പോയി ജോലി നേടി. വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ച് വിവാഹം കഴിച്ചു, വീടുണ്ടാക്കണമെന്ന് വിചാരിച്ച് വീടുണ്ടാക്കി, വാഹനം വാങ്ങിക്കണമെന്ന് വിചാരിച്ച് വാഹനം, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളിൽ പലർക്കും, ചിലർക്കൊക്കെ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്? വീണ്ടും ലൈഫിൽ സ്റ്റാർട്ടിങ് വരും. ഒന്ന് എൻഡായി കഴിയുമ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എന്താണ്? വീണ്ടും ഒരു സ്റ്റാർട്ടിങ് വരും, വരാതിരിക്കില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർ വിദേശത്ത് പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ഒക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. സാമ്പത്തികം ലഭിക്കാഞ്ഞിട്ട് നോക്കിയിരിക്കുന്ന എനർജി, ചിലപ്പോൾ ഇവിടെ നിന്ന് നല്ല ജോലി കിട്ടിയിട്ട് അവിടെ നല്ല രീതിയിൽ സുഖമായി ജോലി നോക്കി സന്തോഷത്തോടു കൂടി വസിക്കുന്ന ആൾക്കാരുടെ എനർജിയും ഇവിടെയുണ്ട്. പോകാനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അത് ആ ഒരു ആഗ്രഹം സാധ്യമാകുന്നതാണ്. വിവാഹം കഴിച്ചിട്ട് പോകുന്നവരുമുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഉള്ളവർ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും ഫാമിലി സഹിതം പോയി കഴിയുന്ന എനർജിയും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് എങ്ങനെയുള്ള സ്രോതസ്സാണ്? സാമ്പത്തികപരമായിട്ട് ചിലപ്പോൾ പുതിയ ജോലിക്കുള്ള ഓഫറായിരിക്കാം, ശമ്പളം കിട്ടാനുള്ളത് ഒക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഭൂമിയിൽ വീട് വാങ്ങിക്കുക, വസ്തു വാങ്ങിക്കുക, സ്ഥലം വാങ്ങിക്കുക, വീട് വയ്ക്കാനുള്ള സ്ഥലം വാങ്ങിക്കുക, അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുന്ന എനർജി ഒക്കെയും ഇവിടെയുണ്ട്. സുഖമായ ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയും ഇവിടെയുണ്ട്. ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ് സാമ്പത്തികത്തിൻ്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്തതായി അതുപോലെ തന്നെ നയൻ ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ തന്നെ ഞാനത് പറഞ്ഞതാണ്. സാമ്പത്തികത്തിൻ്റെ ഒരു സഫലത, അതായത് ആഗ്രഹത്തിനനുസരിച്ച് കയ്യിൽ പൈസ വന്നു നിറയുന്ന ഒരു എനർജിയാണ്. അവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെയും സഫലത വന്നിട്ട് എന്താണ്? പിന്നീട് സ്റ്റാർട്ടിങ്ങിലേക്ക് പോവുകയാണ്, മനസ്സിലായില്ലേ? ഇവിടെ ഈ ഒരു കാർഡ് പറയുന്നത് എന്താണ്? വളരെയധികം ഒരുപാട് കണ്ടില്ലേ? നിങ്ങൾക്ക് ഉള്ള പൈസ വരാനുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, പലർക്കും ഇവിടെ ലവ് ബിഗിൻസ് ആണ്. ഇവിടെ കണ്ടില്ലേ, മെമ്മറീസ് ഓഫ് ലവ് പറയുന്നുണ്ട്. മെമ്മറീസ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കണ്ടില്ലേ, പലരും നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലിരിക്കുന്നവർ, നല്ല പ്രണയമായിരുന്നു, ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്നു. ആ ഒരു ബാല്യകാല സ്മരണ, അല്ലെ ബാല്യകാല സ്മരണകൾ സുഹൃത്തുക്കളാവുമ്പോഴും സ്നേഹം ഉള്ളത്, അതല്ല എങ്കിൽ പിന്നീടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് ആവാം, സ്നേഹബന്ധം, ആ ഒരു പ്രണയത്തിൻ്റെ ഓർമ്മ. ഇവിടെ അങ്ങനെ നല്ല പ്രണയമായിരുന്നു, 6 എന്നുള്ളതാണ് ഇവിടെ നമ്പർ വന്നിരിക്കുന്നത്. നല്ല പ്രണയമായിരിക്കുന്നു, അതിൻ്റെ ഓർമ്മകളെ താലോലിക്കുന്ന ഒരവസ്ഥ പലർക്കും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്ന എനർജി. ഈ ഒരു എനർജി അതാണ് പറയുന്നത്. 6 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ഈ ഒരു മാറ്റം ഇവിടെ വരാൻ പോകുന്നു, കൂടി ചേരാൻ പോകുന്നുണ്ട്. ഇവിടെ നല്ലൊരു മാറ്റം വന്നിട്ട് വീണ്ടും പുതിയതായിട്ട് ലവ് തുടങ്ങുന്നു, വീണ്ടും പുതിയതായിട്ട് ലവ് ബിഗിൻ ചെയ്യുകയാണ്. അവിടെ കണ്ടില്ലേ, വീണ്ടും പുതിയതായിട്ട് ലവ് ബിഗിൻ ചെയ്യുന്നു, അതാണ് പറയുന്നത്. വളരെയധികം പ്രതീക്ഷയോടുകൂടി ഇവിടെ കണ്ടില്ലേ, റെയിൻബോ ഫസ്റ്റ് കണ്ടില്ലേ, 1 എന്നുള്ള നമ്പർ കണ്ടില്ലേ, മജീഷ്യൻ്റെ എനർജിയാണ്. ഇവിടെ പുതിയതായിട്ട് സ്റ്റാർട്ടിംഗ് ആണ്, അത് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണല്ലോ. ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട്.
സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനുമുള്ള എനർജി. തീർച്ചയായിട്ടും വളരെ നല്ല എനർജിയാണ്. ഇവിടെ ഒരുപാട് പേർക്ക് സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ടും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർക്ക് അത് അനുഭവിക്കാനുള്ള സാധ്യത. ഒരുപാട് പേർക്ക് എന്താണ് ഇത് എന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്താണിതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയാണ്. പക്ഷെ അവരിലേക്ക് നല്ല ഒരു സ്നേഹബന്ധം വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു വിവാഹ ജീവിതം തന്നെ ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്നും ഇവിടെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. സ്പിരിച്വലായിട്ട് സ്ട്രെങ്ത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അവയർനെസ് കണ്ടില്ലേ, ഇവിടെ അവയർനെസ് വരുന്നത് എപ്പോഴാണ്? പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഇവിടെയും 1 ആണ് കണ്ടില്ലേ. ഈ പ്രപഞ്ചത്തെയൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത്. പ്രപഞ്ചത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ സത്യാവസ്ഥകൾ ഒരുപാട് അറിയാൻ പറ്റുന്നു. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് 7 ചക്രാസിൽ ഏറ്റവും മുകളിലായിട്ട് വരുന്നത് എന്താണ്? ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ. ഇവിടെ അത് പ്രപഞ്ചത്തെ അറിയാനുള്ളതാണ്. സത്യാവസ്ഥകൾ അറിയാനുള്ള ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വീണ്ടും സ്റ്റാർട്ടിംഗ് ആണ്. പുതിയ ലൈഫിലേക്ക് പോകാൻ കഴിയും. അറിവുകൾ ഒരുപാട് ഉണ്ടാകുമ്പോഴാണ് പല കാര്യങ്ങൾക്കും സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നത്, അല്ലേ? അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വീണ്ടും പുതിയതായിട്ട് തുടങ്ങുന്നത്. സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളിലേക്ക് പലർക്കും ഇപ്പോൾ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾ പല ആൾക്കാരും ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് പോകുന്നത്, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളൊക്കെ മതഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്ന അവസ്ഥയാകാം. രാമായണം, ഭാഗവതം അങ്ങനെയൊക്കെ ഉള്ള മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന അവസ്ഥയുമാകാം. അതുവഴി നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രെങ്ത് മതി നിങ്ങളെ മുന്നോട്ട് സന്തോഷകരമായ ലൈഫിലേക്ക് നയിക്കാൻ. മനസ്സിലായില്ലേ? ഇവിടെ വന്നിരിക്കുന്ന തേർഡ് ഐ ചക്ര, അതുപോലെ സേക്രൽ ചക്ര. സേക്രൽ ചക്ര എന്ന് പറയുമ്പോഴെന്താണ്? നമ്മുടെ 7 ചക്രാസിൽ എനർജി, നിങ്ങൾക്ക് ആത്മീയപരമായ എനർജി കൊണ്ടുതരുന്ന, അല്ലെങ്കിൽ ദൈവികമായ എനർജി നേടിയെടുക്കുന്ന, അല്ലെങ്കിൽ ലഭിക്കുന്ന ചക്രാസാണ് 7 ചക്രാസ്. നമ്മൾ നേടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ ചക്രാസ് രണ്ടാമതായിട്ട് വരുന്നതാണ്. ഫസ്റ്റ് വരുന്നത് എന്താണ്? റൂട്ട് ചക്രയാണ്. റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ മൂലാധാര ചക്ര, ചുവന്ന കളറിലേത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതായി വരുന്നതാണ് സേക്രൽ ചക്ര. സേക്രൽ ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ക്രിയേറ്റീവ് പവറിനെ തരുന്നതാണ്. മനസ്സിലായില്ലോ? ക്രിയേറ്റീവ് പവറിനെ തരുന്ന ഒരു ചക്രയാണ് സേക്രൽ ചക്ര രണ്ടാമതായിട്ട് വരുന്നത്. ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ ഇത് തവിട്ട് കലർന്ന ഓറഞ്ച് കളറിലെ തവിട്ട് കലർന്ന കളറാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് കുട്ടികളുടെ ജനനം വരാം, കുട്ടികളുണ്ടാവാനുള്ള സാധ്യത, കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത, അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത ഒക്കെയും നിങ്ങൾക്കിവിടെ വന്നിട്ട് നല്ല ഒരു സാമ്പത്തികപരമായ അടിത്തറ ലഭിച്ചിട്ട് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുന്നതും പോകാൻ കഴിയും. ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് തേർഡ് ഐ ചക്രയാണ്. തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത് ഏതാണ്? 6th സെൻസ് എന്ന് പറയുമല്ലോ, 6ാം ഇന്ദ്രിയം എന്ന് പലരും പേരിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. പിന്നെ 6ാമതൊരു ചക്ര കൂടി ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവും, പേര് പറയുന്നുണ്ട്. അപ്പോൾ അത് 6ാമത്തെ ഇന്ദ്രിയം വരുന്നത് എവിടെയാണ്? ഇവിടെ ഇരുപുരുകങ്ങളുടെ മധ്യത്തിൽ വരുന്നത്. അതായത് ഇതേ ഒരു പർപ്പിൾ കളറാണ് ഈ ചക്രയ്ക്കുള്ളത്. ഈ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് എന്തൊക്കെയാണ് സാധിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധിക്കും. പ്രവചന ശക്തി നിങ്ങളിലേക്ക് വരും. തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കാം? ഇരുപുരുകങ്ങളുടെയും മധ്യത്തുള്ളതാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. ഇതിനെ ഉണർത്തിയെടുക്കണമെങ്കിൽ നല്ലതുപോലെ മെഡിറ്റേഷൻ ചെയ്യണം. നല്ലതുപോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇരുപുരുകങ്ങൾക്ക് മധ്യത്തിൽ നമുക്ക് പ്രകാശം കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ചക്രയെ ഉണർത്തിയെടുക്കുമ്പോൾ നിങ്ങളിലേക്ക് എന്താണ് വരാൻ പോകുന്നത്? ആത്മീയപരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും അത് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ്, പ്രവചന ശക്തി ലഭിക്കും നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണിത് ലഭിക്കുന്നത്? ദൈവികമായ ഒരു കണക്ഷൻ വന്നിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേരിലേക്കും ഇപ്പോൾ ദൈവികപരമായ കണക്ഷൻ വരുന്നതായിട്ടും സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ പോകുന്ന ഒരവസ്ഥയാണെന്നാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ മനോഹരമായ എനർജിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ കണക്റ്റ് ആവുന്നത്. ഇതുതന്നെ സന്തോഷമല്ലേ തരുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.